ഞാൻ എൻ്റെ കരിയർ തുടങ്ങുമ്പോൾ തന്നെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാനൊരു അവസരം ലഭിച്ചു. അച്ചുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ. ഒരുപക്ഷെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിലും ഞാൻ ചിലവഴിച്ച സമയങ്ങളും, അതും പ്രത്യേകിച്ച് ഇന്നസെൻ്റ് ചേട്ടൻ്റെ കൂടെ ചിലവഴിച്ച സമയങ്ങൾ എപ്പോഴും മനസ്സിൽ മെമ്മറബിളാണ്. അദ്ദേഹം അന്ന് ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും അതിന് ശേഷമുള്ള സമയങ്ങളിലൊക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ഇതാ സത്യൻ്റെ പടത്തിലെ നായകൻ അല്ലെങ്കിൽ സത്യൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന ആൾ എന്നുള്ള രീതിയിലായിരുന്നു. തമിഴിലേക്ക് പതുക്കെ പോയ സമയത്ത് ഇന്നസെൻ്റ് ചേട്ടൻ ഇടയ്ക്ക് വിളിച്ച് മീറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ നിന്നെ ഇപ്പോൾ ഇവിടെ കാണാറില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ തമിഴ്നാട്ടിലാണ്. വീണ്ടും 1-2 വർഷത്തിന് ശേഷം പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്, അങ്ങനെ അവിടെ സിനിമകളൊക്കെ കിട്ടുന്നുണ്ടോ? ഇന്നസെൻ്റ് ചേട്ടാ അതെ, ഇവിടുന്ന് പോയ പലവർക്കും അവിടെയും ഇവിടെയും ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും പുള്ളി വളരെ തമാശ രൂപേണ പറയണമെങ്കിലും ചിലപ്പോൾ നമ്മൾക്കത് കൊണ്ടുവന്ന് വരും. ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്നത്, ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് രാജീവ് മേനോൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു ആഡിന് വേണ്ടി, ഇന്നസെൻ്റ് ചേട്ടൻ്റെ വീടാണ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആഡിന് വേണ്ടി ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇന്നസെൻ്റ് ചേട്ടനെ കാണുന്നു. ഈ ഗോഡ് ഫാദർ മുതൽ കിലുക്കം, പൊന്മുട്ടുന്ന താറാവ് എല്ലാ പടങ്ങളും മനസ്സിൽ വന്ന് ഞാൻ ഐ വാസ് ലൈക്ക് സ്റ്റണ്ട്. ബാക്കിയുള്ള അസിസ്റ്റൻസൊക്കെ നോർത്ത് ഇന്ത്യൻസും തമിഴന്മാരൊക്കെ ആയിരുന്നു, ഞാൻ മാത്രമായിരുന്നു മലയാളി. അപ്പം ഞങ്ങളെ കണ്ട ഉടനെ ഞങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യണു. പറമ്പ് കിളയ്ക്കാനതിൽ ഒരാൾ വരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് അതേപോലെ ബിഹേവ് ചെയ്യണു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം രാജീവ് മേനൻ സർ വന്നു. രാജീവ് സാറിനെ കണ്ടപ്പോഴും എന്നെ എങ്ങനെ ഗ്രീറ്റ് ചെയ്തു അതേപോലെ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാണ്ട് രാജീവ് സാറിനെയും ഗ്രീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ അവിടുത്തെ MLA എവിടെയോ അടുത്തുള്ളൊരു MLA അദ്ദേഹത്തിൻ്റെ ടീമും വന്നു. ഇവരെയും ഇതുപോലെ തന്നെ ഗ്രീറ്റ് ചെയ്യുന്നു. ദിസ് വാസ് സംതിങ് ന്യൂ. കാരണം ഒരു ഡിഫറൻസും ഇല്ലാണ്ട്, വലുതോ ചെറുതോ, ദർ ഇസ് നത്തിങ് ഇൻ ഹിം, ഹീസ് ദ സെയിം. ഈ ക്വാളിറ്റി അങ്ങനെ ഒരു വലിയ മനസ്സ് ഇദ്ദേഹത്തിലുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് സംതിങ് ലൈഫ് ലോങ് നമുക്കൊക്കെ എല്ലാവർക്കും എടുക്കാവുന്നൊരു കാര്യമാണ്. കോമഡി എന്നുള്ള കാറ്റഗറിയിൽ എനിക്കൊക്കെ അങ്ങനെ ഒരു അവസരം ലഭിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഈ അവാർഡിലൊരു ബെസ്റ്റ് കോമഡിയനുള്ള അവാർഡ് എപ്പോഴെങ്കിലും എനിക്ക് കിട്ടിയാൽ ഒരാഗ്രഹമുണ്ട്. കാരണം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുടെ ഒരു പേരിൽ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഇമോഷണൽ മൊമെന്റ് അറ്റ് ദ മൊമെന്റ്. താങ്ക് യു വെരി മച്ച്. സന്തോഷം.